ശ്രീ അനിൽ ബോസ്, ഈ ഇന്ന് കോടതിയുടെ പരാമർശങ്ങൾ വന്നതിന് ശേഷം സംസ്ഥാന കൃഷിമന്ത്രിയുടെ പ്രസ്താവനയിൽ പല കാര്യങ്ങളും വന്നിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ബദൽ നിയമനിർമ്മാണം ഉടൻ എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആലോചനകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയതാണ് സംസ്ഥാന നിയമസഭ കേന്ദ്ര നിയമങ്ങൾക്കെതിരെ. ഇതിൽ എത്രമാത്രം ആത്മാർത്ഥത കാണുന്നുണ്ട് താങ്കൾ? അല്ല, ഇതിൻ്റെ അകത്ത് അവരങ്ങനെ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ എല്ലാം നെഗറ്റീവായി കാണേണ്ട കാര്യമില്ല. നിയമനിർമ്മാണമൊക്കെ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരട്ടെ, നമുക്ക് നോക്കാം. പക്ഷേ അവരറിഞ്ഞിരിക്കേണ്ട കാര്യം, മധ്യപ്രദേശിലാണെങ്കിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലാണെങ്കിലും പഞ്ചാബിലൊക്കെ ആണെങ്കിലും ഈ നിയമത്തെ അതിജീവിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചു കഴിഞ്ഞു. അന്നൊക്കെ ഇവിടെ വേറെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു ഇത്രയും വലിയൊരു കർഷക വിഷയത്തിൽ പോലും ഈ ഗവൺമെൻറ്. മറ്റൊരു കാര്യം, ഈ ചർച്ചയിൽ വളരെ ഗൗരവത്തോടു കൂടി സമരസമിതിയുടെ നേതാവ് എന്നുള്ള നിലയിൽ കർഷക പക്ഷത്ത് നിന്നുകൊണ്ട് ശ്രീ ബിജു ഉയർത്തിയ വിഷയങ്ങൾ വളരെ സഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യങ്ങളാണ്. ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ, എൻ്റെ സുഹൃത്താണ് ജയസൂര്യൻ, ഞങ്ങൾ പലവട്ടം പല ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, സൗഹൃദമുള്ളയാളാണ്. പക്ഷേ ജയസൂര്യൻ അങ്ങേപ്പോലെ ഒരാൾ BJPയുടെ പ്രതിനിധിയാണ്, പാർട്ടി നിലപാട് പറയേണ്ടതായിട്ട് വരും. പക്ഷേ കർഷകർ ഈ 46 ദിവസം നടത്തുന്ന സമരങ്ങളിൽ ആ സമരത്തിൽ ഉയർത്തുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി അവർ ചർച്ച നടത്തിയിട്ടില്ല. അവരെഴുതി കൊടുക്കണം, അവർ പറഞ്ഞതൊന്നും ശരിയല്ല, അവർ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ളൊരു സമീപനം അത് അങ്ങേപ്പോലെ ഒരാളിൽ നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാഷ്ട്രീയം നമുക്കുണ്ടാവും, നമുക്കൊക്കെ ഓരോ പാർട്ടി നിലപാടുള്ളപ്പോൾ, ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയേണ്ടി വരും. പക്ഷേ ചില വിഷമകരമായ കാര്യങ്ങളിൽ പറയാതിരിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ? ഈ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന കർഷകരുടെ വേദന രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു ഗവൺമെൻറ് ക്രിയാത്മകമായി ഉയർന്ന് പ്രവർത്തിക്കണ്ടേ? ആ സമീപനം ഉണ്ടോ? ആ സമീപനം ഈ ഗവൺമെൻറ് ഈ സമയം വരെ കാണിച്ചോ? ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ആരോടാണ് ചർച്ച ചെയ്യുന്നത്? നിങ്ങളുടെ നിലപാടെന്താണ്? ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. വളരെ ശക്തമായ നടപടികളിലേക്ക് ഗവൺമെൻറ്റിന് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, 2014 ശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ പറയുന്ന കരുത്തുറ്റ ശബ്ദമാണ്. ഇതിനു മുമ്പും ചില ചീഫ് ജസ്റ്റിസുമാർ നിലപാടുകൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരുകൾക്കെതിരെ. പക്ഷേ കുറച്ചു കാലങ്ങളായി പല വിഷയങ്ങളിലും അത്തരം ഒരു സത്യസന്ധമായ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിരീക്ഷണങ്ങൾ പലപ്പോഴും വന്നിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ എൻ്റെ സ്നേഹിതൻ അഭിലാഷ് പറയുകയുണ്ടായി സവിശേഷമായ ഒരു നടപടി. സവിശേഷതകൾ പലതും നമ്മൾ കാണുകയാണ്. ഞാൻ അതിലേക്കൊന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയല്ല. അയോധ്യ വിഷയത്തിലടക്കമുള്ള സവിശേഷമായ വിധികൾ ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അത് ഉൾക്കൊണ്ടു. അതിൻ്റെ അകത്ത് ശരിതെറ്റുകൾ നോക്കിയില്ല. രാജ്യത്തിൻ്റെ ഐക്യവും ആണ് നമുക്കിത്, സമാധാനമാണ്, സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താനാണ് ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടത്, അതിലെ ശരിതെറ്റുകൾ വെച്ചിട്ടല്ല. ഇവിടെ അതല്ല. ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആഹാരം കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇന്ത്യയുടെ ഹൃദയത്തെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ തൊട്ടിരിക്കുന്നത്, വേദനിപ്പിച്ചിരിക്കുന്നത്. ക്രിയാത്മകമായ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ പോസിറ്റീവായി ഉൾക്കൊള്ളണം, തിരുത്തേണ്ടവ തിരുത്തണം. അതിന് 46 ദിവസം കാത്തിരിക്കണം, കോടതിയിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ധിക്കാരമായ ഒരു സമീപനം ഒരു ഭരണകൂടത്തിൽ നിന്നുണ്ടാകാമോ? ഇത് ഡിക്റ്റേറ്റർഷിപ്പാണ്, സ്വേച്ഛാധിപത്യമാണ്, ജനാധിപത്യമൊന്നുമല്ല. അപ്പോൾ ഈ ജനാധിപത്യ ക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് സ്വീകരിക്കേണ്ട എല്ലാ മൂല്യങ്ങളെയും കേന്ദ്ര സർക്കാർ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കോടതിയുടെ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നത്, ശ്ലാഘിക്കുന്നത്, പ്രത്യാശയോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവായ നടപടി ഉണ്ടായതുകൊണ്ടും ഈ ജനകീയ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടുമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഒരു സന്ദേഹത്തോടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാളത്തെ വിധി വരട്ടെ എന്ന BJP പ്രതിനിധിയുടെ പ്രതികരണം, അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കർഷകർക്ക് ഗുണകരമാകാത്ത ഒരു വിധി വരണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിരീക്ഷിച്ച് നോക്കിക്കോളൂ. അല്ലെങ്കിൽ